1-2 ദിവസത്തിനകം ഒരു വീട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ ശിവ? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. ആദ്യം ഈ പലചരക്ക് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഇന്ന് വരെ അടുക്കള കയറാത്ത ഒരാളാ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇനിയും ശാരികയ്ക്ക് കൃത്യമായ പരിചരണം കൊടുത്താൽ ജീവിതത്തിലേക്ക് ഈസിയായി കൊണ്ടുവരാൻ പറ്റും. മനസ്സ് സന്തോഷമായിരിക്കാൻ ശ്രദ്ധിക്കാം. ബാക്കിയെല്ലാം താനെ വന്നോളും. മോളെ കഴിക്ക്. അച്ഛാ, എനിക്കെന്റെ മോളെ ഒന്ന് കാണണം. മോളെ എനിക്കിപ്പോ അങ്ങനെ പറയത്തക്ക ക്ഷീണമൊന്നുമില്ലല്ലോ. തന്നെയല്ല, എന്റെ മോളെ ഇപ്പൊ അത്യാവശ്യം എടുക്കാനും കൊഞ്ചിപ്പിക്കാനും കളിപ്പിക്കാനും എന്ത് വേണമെങ്കിലും ആവാലോ. ഒന്ന് കൊണ്ടുവരാൻ പറ അച്ഛ, എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ടാ. മോളെ മോളെ ഞാൻ കൊണ്ടുവരാം. തൽക്കാലം മോളിത് കഴിക്ക്. അച്ഛനിത് മോൾക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ. ആദ്യം മോളെ കൊണ്ടുവന്ന് കാണിക്ക്, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. ഞാനൊന്ന് നോക്കട്ടെ. അതെ, ശാലിനി ചേച്ചിയും കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അവർക്ക് കട്ടൻ ചായ കൊടുക്കാനാണോ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ശിവേട്ടൻ പോയിട്ട് വന്നിട്ടില്ലല്ലോ. പാല് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ഇപ്പൊ കട്ടൻ കൊടുക്കാം. പാല് വന്നിട്ട് പാൽ ചായ കൊടുക്കാം. ആ ശരി. കുറച്ച് വൃത്തിയായിട്ട് എഴുതും മോളെ. അതെ, വൃത്തിയായിട്ട് എഴുതിയാലേ ടീച്ചർ ഗുഡ് തരൂ. കട്ടൻ ചായ റെഡി. എല്ലാരും എടുത്ത് കുടിച്ചേ. ശാലിനി ചേച്ചി, പാലില്ല. കട്ടൻ ചായ ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. മക്കളെ, നിങ്ങൾ കുടിക്കില്ലേ? പിന്നെന്താ, അവർക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ മക്കളെ? തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഓ, അതെ അതെ. ഇനി നമ്മളെ ഇവിടെയാണോ അമ്മ നിൽക്കുന്നത്? നമുക്ക് പറ്റിയൊരു വീട് കിട്ടുന്നത് വരെ നമുക്കിവിടെ നിൽക്കാം. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ? കുഴപ്പമില്ല. പപ്പി എന്താ ആലോചിക്കുന്നത്? കാര്യമായിട്ട് എന്തോ ആലോചിച്ചു കൂട്ടുന്നുണ്ടല്ലോ. അപ്പോ ഞങ്ങളുടെ അച്ഛനെ തിരിച്ചു വരില്ലേ അമ്മേ? വിഷ്ണു അച്ഛനെ ഞങ്ങൾക്കിനി കാണാൻ പറ്റില്ലേ? അമ്മ എന്താ ഒന്നും പറയാത്തെ? അതെ, പെട്ടെന്ന് ചായ കുടിച്ചേ. നമുക്ക് കുളിച്ചിട്ട് ഒരുങ്ങണം. ഇന്ന് സ്കൂളിൽ പോവേണ്ടതല്ലേ? ഓ ശരിയാണല്ലോ. പപ്പി വേഗം ചായ കുടിക്കേ, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോ നമ്മൾ വൈകും. ആ ദേ ശിവനങ്കിലെത്തി. ആഹാ. ആ ആ ദാ താ. ആ ദാ നിങ്ങൾക്കുള്ള മുട്ടായി. ആ പിടിച്ചേ. രാവിലെ തന്നെ ചോക്ലേറ്റ്. അതൊന്നും കുഴപ്പമില്ല, കുട്ടികളല്ലേ. ആ പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും ഇല്ലാന്നൊന്നും പറഞ്ഞേക്കരുത്. ആ പിന്നെ 1 ലിറ്റർ പാല് മേടിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ വാങ്ങിക്കണം. വൈകിട്ട് ഇവര് സ്കൂള് വിട്ട് വരുമ്പോഴേ ചായ കൊടുക്കേണ്ടതാ. ഞങ്ങള് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി അല്ലേ? എന്തിനാ ശാലിനി ഇങ്ങനൊക്കെ പറയുന്നേ? ഞങ്ങളെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? പിന്നെ
പിന്നല്ലാതെ. കളക്ടർ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വെയിറ്റിട്ട് പറയാലോ. 1-2 ദിവസത്തിനകം ഒരു വീട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ ശിവ? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. ആദ്യം ഈ പലചരക്ക് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഇന്ന് വരെ അടുക്കള കയറാത്ത ഒരാളാ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഈ സാധനങ്ങൾ നോക്കിയിട്ട് പോരാത്ത എന്തെങ്കിലും ഉണ്ടെ പറയണം, എന്നാലേ ഇല്ലാത്ത സാധനങ്ങൾ മേടിക്കാൻ പറ്റൂ. എടി, നിന്റെ പ്രകാശത്തെയല്ലോ. ആ പ്രകാശ്, ശിവേട്ടാ എന്തൊക്കെയുണ്ട്? ചേച്ചി, എന്താടാ ഇത്? ചന്ദ്രേ, ഇതെന്താ ശിവേട്ടാ? വലിയൊരു സദ്യ ഒരുക്കാനുള്ള പുറപ്പാടാന്ന് തോന്നുന്നു. ഏയ്, അത് വാങ്ങിച്ചു പോരാ, അല്പം കൂടുതൽ മേടിച്ചോന്നേ ഉള്ളൂ. എടാ, നോക്കി നിൽക്കാതെ ഇരിക്കടാ. ആ എടി, എന്നാ പിന്നെ എല്ലാവർക്കും ചായ വെക്ക്. പ്രകാശിന് ഒരു ചായ കൊടുക്കാലോ. വേണ്ട, ചായ ഞാൻ എടുത്തോളാം ശിവേട്ടാ. പ്രകാശ് വന്നല്ലേ ഉള്ളൂ, ഇവർക്ക് എന്തെങ്കിലും മിണ്ടാനും പറയാനൊക്കെ കാണില്ലേ? നിന്റെ മധുരയിലെ കാര്യങ്ങളൊക്കെ എന്തായി? അത് പറയാനാ ഞാൻ വന്നേ. മധുരയില് ഞാനൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തു. ആ, ഫേണിഷ്ഡാ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോ ചന്ദ്രയെ കൊണ്ടുപോകാനാണോ പ്രകാശ് വന്നേ? അതെ, ഇനിയിപ്പം മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. പ്രകാശിക വന്നേ, ചോദിക്കട്ടെ, വാ. ഏയ്, അവളുടെ സന്തോഷം കണ്ടില്ലേ? ഇനിയാ മോഹിച്ച ജീവിതത്തിലേക്ക് അവള് കടക്കാൻ പോകുന്നത്. അപ്പം ഇനി മുതൽ ഇവിടെ ചന്ദ്രയില്ല, മധുരയിലായിരിക്കും അല്ലേ? അതെ. ഹലോ. ആ കമല, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം.